ഇല്ല എന്നുള്ളൊരു വാർത്തയൊന്നും ഇല്ല. അതെങ്ങനെ വന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജന്റീനയും മെസ്സിയും കേരളത്തിൽ കളിക്കും. സ്പോൺസർ പറഞ്ഞ മറ്റൊരു കാര്യം, സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റേഡിയം വേണമെങ്കിൽ അവർ നിർമ്മിക്കാനാണ്. അങ്ങനെ ഒരു കാര്യം ഇനി പോസിബിൾ ആണോ? നിലവിൽ ഇത് ഫിഫ മത്സരങ്ങളല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഫ്രണ്ട്ലി മാച്ചാണ്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ കേരളത്തിൽ തന്നെ 2 സ്റ്റേഡിയങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് തിരുവനന്തപുരം സ്റ്റേഡിയം നമ്മളിതുവരെ ഫുട്ബോളിന് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുക എന്നതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും കാണികൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു സ്റ്റേഡിയം ഇല്ല. അതുകൊണ്ട് നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി വെച്ചാൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. എല്ലാ അന്താരാഷ്ട്ര സൗകര്യങ്ങളും ഉള്ളൊരു സ്റ്റേഡിയമാണ്. മറ്റൊന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. അവിടെയും കളിക്കാം, അതിന് മറ്റുള്ള തടസ്സങ്ങളൊന്നുമില്ല. ഈ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷയെ പറ്റി ആശങ്കയുണ്ടോ? കഴിഞ്ഞ വർഷം ഈ വർഷം ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് പോലും നഷ്ടമായത് ഈ സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷയെ പറ്റി സംബന്ധിച്ച കാര്യങ്ങളിലാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുമില്ല. കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കാണികൾ ഉൾക്കൊള്ളാനും ഹോട്ടലുകളുടെ സൗകര്യമടക്കമുള്ള സിറ്റിയാണല്ലോ തിരുവനന്തപുരം. അവിടെ കളിക്കുന്നതിലെന്താ ഒരു കുഴപ്പമില്ല. പിന്നെ കേരളത്തിൻ്റെ ക്യാപിറ്റലാണല്ലോ. ക്യാപിറ്റൽ സിറ്റിയിൽ അന്താരാഷ്ട്ര ടീമുകൾ കളിക്കുക എന്നുള്ളത് നമുക്കൊരു അഭിമാനമല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. എന്തായാലും മറ്റ് ആശയങ്ങളൊന്നും വേണ്ട. ഞാനതാണ് രാവിലെ സൂചിപ്പിച്ചത്. സ്പോൺസർ ഇപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞല്ലോ, സ്പോൺസർ പറയണ്ടല്ലോ. നിലവിൽ അദ്ദേഹം സമയത്തിന് തന്നെ കളി നടക്കും എന്നാണ് സർക്കാരിനെ അറിയിച്ചത്. എപ്പോഴും ഇനി ഏതാണ്ട് 5-6 മാസത്തെ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ താമസ സൗകര്യമാണെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ സൗകര്യങ്ങളാണെങ്കിലും സുരക്ഷാ സംവിധാനങ്ങളാണെങ്കിലും അതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ തീയതി ലഭിച്ച ശേഷം ഇനി ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള സമയം ഉണ്ടാകുമെന്ന് തന്നെയാണോ കരുതുന്നത്? ഇതൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടതല്ലോ. ഇതെല്ലാം ഇപ്പോൾ ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുള്ളതല്ലേ. എത്ര ഹോട്ടലുകളുണ്ട്? തിരുവനന്തപുരത്ത് 1000 മുറി വരെ നമുക്ക് ഉപയോഗിക്കാൻ എന്താ പ്രശ്നമുള്ളത്? നമുക്ക് ആകെ വേണ്ടത് 102 ടീമുകൾക്കായി മാക്സിമം 125 മുറികളാണ് വേണ്ടത്, ഒരു ഒഫീഷ്യൽസ് അടക്കമുള്ള. അതിന് എവിടെയാണ് സൗകര്യക്കുറവ്? കോഴിക്കോട് വരെ ചെയ്യാൻ പറ്റും. അപ്പം അത്തരം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കുന്നുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള ടീമുകൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടീമായിരിക്കാനാണ് സാധ്യത, ഏഷ്യൻ ടീം ആയിരിക്കാൻ സാധ്യതയില്ല. 50 റാങ്കിങ്ങിലുള്ള ഒരു ടീമെന്നാണ് നമ്മൾ കരാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 റാങ്കിങ്ങിലുള്ള ടീം നല്ല ടീമാവും. ഏതായാലും അത് നോക്കാം. അത് വാലിഡിറ്റി അവർ വരുന്നവരെയാണല്ലോ, ഒരു കരാർ എന്നുള്ള അവർ വരുന്നവരെ. അതിന് മുമ്പ് ഈ നമ്മുടെ സ്ഥലങ്ങളിൽ പോലെയല്ല ഇംഗ്ലീഷ് ടീമുകളൊക്കെ തന്നെ ഒരു കൃത്യമായി പണം ഇതൊക്കെ ഒരു മാനദണ്ഡമാണ്. അപ്പം അത് പ്രകാരം അവർ വരുന്നതിന് മുമ്പ് അവരെ പണം അടച്ച് തീർത്താൽ മതി. അത് സ്പോൺസർ അങ്ങനെ അടക്കാൻ തയ്യാറാണ്. പിന്നെ മറ്റൊന്നും നമുക്ക് അതിൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീരുമാനമായിട്ടുണ്ടെങ്കിൽ പണം അടയ്ക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴേക്കും അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? ആരാധകർക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണല്ലോ. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുണ്ടാവും. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും. ഒറ്റ വാക്ക് അത് നമുക്ക് വേറെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരാശയം കുഴപ്പമില്ല. അല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് ഇത്തരം ഇതൊന്നും ഒരു